ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി ദ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. രാജ്യാന്തര സഹകരണം ലക്ഷ്യമാക്കി രണ്ടാം ലോക മഹായുദ്ധ ശേഷം രൂപീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് UN. ലോക സമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമാക്കുന്നത്. 1945 51 അംഗങ്ങളുമായി തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് 193 അംഗരാജ്യങ്ങളുണ്ട്. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായി. UNOയുടെ സ്വഭാവത്തിൽ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വ്യവസ്ഥകളുണ്ട്. വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് നാഷൻസ് എന്ന വാചകത്തോടു കൂടിയാണ് ഈ ഒരു UN-ൻ്റെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഈ ഒരു വാചകം തന്നെ മനുഷ്യാവകാശങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ള UNOയുടെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്ന വാചകമാണ്. മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിലും മനുഷ്യൻ്റെ അന്തസ്സിലും മൂല്യത്തിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും തുല്യാവകാശങ്ങളിൽ യഥാർത്ഥ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഒരു വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധങ്ങളെ ഉന്മൂലനം ചെയ്യാനും അന്താരാഷ്ട്ര സഹകരണവും സമാധാനവും സ്ഥാപിക്കാനും ഈ ഒരു സംഘടന ലക്ഷ്യമാക്കുന്നു. മനുഷ്യരാശിയുടെ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംഘടന രൂപീകൃതമായിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് സഖ്യകക്ഷികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഐക്യരാഷ്ട്രങ്ങൾ എന്ന പദം ഉപയോഗിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിനുള്ള വിത്തുകൾ പാകിയതും അന്നത്തെ സഖ്യകക്ഷികൾ തന്നെയായിരുന്നു. യുദ്ധകാലത്ത് തന്നെ മോസ്കോ, കെയ്റോ, ടെഹ്റാൻ എന്നിവിടങ്ങളിൽ ചേർന്ന സഖ്യകക്ഷികളുടെ സമ്മേളനങ്ങളിൽ ഈ ഒരു ആശയം കൂടുതൽ ചർച്ചാ വിഷയമായി. 1944 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, അമേരിക്കൻ ഐക്യനാടുകൾ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വാഷിങ്ടണിൽ പലതവണ യോഗം ചേർന്ന് പുതിയ രാജ്യാന്തര സഹകരണ പ്രസ്ഥാനത്തിനുള്ള ഏകദേശ രൂപം തയ്യാറാക്കി. ലോക സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക സഹകരണത്തിനും പ്രാധാന്യം കൊടുത്ത് ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ഒടുവിൽ 1945 ഏപ്രിൽ 25 സാൻ ഫ്രാൻസിസ്കോ രൂപീകരിക്കപ്പെട്ടു. വിവിധ രാഷ്ട്ര നേതാക്കന്മാരും ലയൺസ് ക്ലബ്ബ് പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുത്തു. രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത 50 രാജ്യങ്ങൾ 2 മാസത്തിന് ശേഷം ജൂൺ 26 ഐക്യരാഷ്ട്രസഭയുടെ കരട് ഭരണഘടന തയ്യാറാക്കി. ആദ്യ യോഗത്തിൽ പങ്കെടുക്കാത്ത പോളണ്ടും അംഗമായതോടുകൂടി 51 രാജ്യങ്ങൾ പുതിയ പ്രസ്ഥാനത്തിനായിട്ട് നിലകൊണ്ടു. ഭരണഘടന പ്രകാരമുള്ള സുരക്ഷാ സമിതിയിലെ അംഗങ്ങളായ അമേരിക്ക, ചൈന, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും മറ്റംഗങ്ങളിലെ ഭൂരിഭാഗവും കരട് ഭരണഘടന അംഗീകരിച്ചതിനെ തുടർന്ന് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു. എല്ലാ വർഷവും ഒക്ടോബർ 24 UN ദിനം ആചരിക്കുന്നുണ്ട്. ജോൺ ഡി റോക്ക്ഫെല്ലർ സംഭാവന ചെയ്ത ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലെ 17 ഏക്കർ സ്ഥലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 1946 ലണ്ടനിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഥമ പൊതുസമ്മേളനം നടന്നത്. ന്യൂയോർക്ക് നഗരത്തിലാണെങ്കിലും UN ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്താരാഷ്ട്ര ഭൂഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ന്യൂയോർക്കിലെ കോടീശ്വരനായിരുന്ന JP മോർഗന്റെ മകളായ ആൻ മോർഗന് വേണ്ടി 1921 നിർമ്മിച്ച കെട്ടിടമാണ് UN ജനറൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക വസതി. 1971 ഈ ഒരു കെട്ടിടം ഐക്യരാഷ്ട്രസഭയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയ്ക്ക് നീല നിറമാണ്. 2 ഒലീവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം. ഇളനീല പശ്ചാത്തലത്തിൽ വെളുത്ത UN ചിഹ്നം പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 1947 ഒക്ടോബർ 20 ഒരു പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗം അംഗീകരിച്ചതാണ് ഈ ഒരു പതാക. UN ഭരണഘടന അംഗീകരിക്കുന്ന ലോക സമാധാനത്തിൽ താല്പര്യമുള്ള ഏത് രാജ്യത്തിനും ഇതിൽ അംഗമാകാം. ഐക്യരാഷ്ട്രസഭയെ 6 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവയാണ്: 1 പൊതുസഭ, 2 സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, രാജ്യാന്തര നീതിന്യായ കോടതി എന്നിവ.
പൊതുസഭ എന്ന് പറയുമ്പോൾ പൊതുസഭയിലേക്ക് എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും 5 പ്രതിനിധികളെ വീതം അയക്കാം. പക്ഷേ ഒരു വോട്ടേ ഉണ്ടാവും. വർഷത്തിലൊരിക്കൽ മാത്രമേ പൊതുസഭ യോഗം ചേരൂ. എല്ലാ വർഷവും സെപ്റ്റംബർ 1 ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച തുടങ്ങുന്ന സമ്മേളനം 2 ആഴ്ച നീണ്ടു നിൽക്കും. രക്ഷാസമിതിയുടെ ആവശ്യപ്രകാരം മറ്റ് അടിയന്തര സന്ദർഭങ്ങളിലും യോഗം ചേരാറുണ്ട്. പ്രധാന പ്രശ്നങ്ങളിൽ പ്രമേയം പാസ്സാക്കാൻ പൊതുസഭയിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. അപ്പോൾ പൊതുസഭയ്ക്ക് 7 പ്രധാന കമ്മിറ്റികളുണ്ട്. നിരായുധീകരണവും രാജ്യാന്തര സുരക്ഷിതത്വവും ഒന്നാമത്തെ കമ്മിറ്റി, ദെൻ സാമ്പത്തികം ധനകാര്യം, ദെൻ സാമൂഹികം സാംസ്കാരികം മനുഷ്യത്വപരം, ദെൻ പ്രത്യേക രാഷ്ട്രീയം വിമോചനം, ദെൻ ഭരണം ബജറ്റ്, ദെൻ നിയമകാര്യം, ദെൻ പൊതുസഭയുടെ നടപടികളുടെ ഏകോപനത്തിന് ചുമതലപ്പെട്ട ജനറൽ കമ്മിറ്റി എന്നിവയാണ് ഈ 7 കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ. ഇനി സുരക്ഷാ സമിതി, സെക്യൂരിറ്റി കൗൺസിൽ, 5 സ്ഥിരം അംഗരാഷ്ട്രങ്ങളും 2 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന 10 അംഗരാഷ്ട്രങ്ങളും ചേർന്നതാണ് രക്ഷാസമിതി എന്ന് പറഞ്ഞാൽ. ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, അമേരിക്ക എന്നിവയാണ് സ്ഥിര അംഗങ്ങൾ. അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ രക്ഷാസമിതി അധ്യക്ഷപദം ഓരോ മാസവും മാറി മാറി വരുന്നതാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കം പരിഗണിക്കുക, ആയുധ നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യുക, ആക്രമണങ്ങൾക്കെതിരെ ഉപരോധവും സൈനിക നടപടിയും സ്വീകരിക്കുക, പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യുക, സെക്രട്ടറി ജനറലിന്റെ നിയമം സംബന്ധിച്ച് പൊതുസഭയ്ക്ക് ശുപാർശ നൽകുക എന്നിവയാണ് രക്ഷാസമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ. 5 സ്ഥിര അംഗങ്ങൾക്കും വീറ്റോ പവർ ഉണ്ട്. അതായത് ഈ രാജ്യങ്ങളിലൊന്ന് എതിർത്ത് വോട്ട് ചെയ്യുന്ന ഏത് നടപടിയും സഭ തള്ളിക്കളയുന്നുണ്ട്. സഭാ നടപടി ഒഴികെയുള്ള ഏത് കാര്യത്തിലും തീരുമാനമെടുക്കാൻ 5 സ്ഥിരം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 9 അംഗങ്ങളുടെ വോട്ട് ആവശ്യമാണ്. ഇനി സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറഞ്ഞാൽ 3 വർഷ കാലാവധിക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന 54 അംഗ സമിതിയാണ് സാമ്പത്തിക സാമൂഹിക സമിതി. 1/3 ഭാഗം വർഷം തോറും റിട്ടയർ ചെയ്യുന്നു. രാജ്യാന്തര സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക മാർഗങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ ഒരു സമിതിയുടെ ലക്ഷ്യം. ഗതാഗത വാർത്താവിനിമയ കമ്മീഷൻ, സ്ഥിതിവിവര കണക്ക് കമ്മീഷൻ, സാമൂഹിക കമ്മീഷൻ, ജനസംഖ്യാ കമ്മീഷൻ, മയക്കുമരുന്ന് വിരുദ്ധ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, സ്ത്രീ സമത്വ കമ്മീഷൻ, രാജ്യാന്തര വാണിജ്യ ചരക്ക് കമ്മീഷൻ തുടങ്ങിയവ ഈ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനുകളാണ്. ഇനി വരുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. പൂർണ്ണമായി സ്വയംഭരണം നേടിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. രക്ഷാസമിതിയിലെ 5 സ്ഥിര അംഗങ്ങളാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അമേരിക്കയുടെ ഭരണത്തിലായിരുന്ന പലാവുവാണ് അവസാനം സ്വാതന്ത്ര്യം നേടിയ UN ട്രസ്റ്റിഷിപ്പ്. പലാവുവിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി കോളനി വിമോചനം പൂർത്തിയായതായാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. ഇനി രാജ്യാന്തര നീതിന്യായ കോടതി. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക ഐക്യരാഷ്ട്രസഭ ഘടകമാണ് രാജ്യാന്തര നീതിന്യായ കോടതി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും കൂടി 9 വർഷ കാലയളവിലേക്ക് 15 ജഡ്ജിമാരെ തെരഞ്ഞെടുത്തു. ഒരു അംഗരാജ്യത്ത് നിന്ന് 1-ലധികം ജഡ്ജിമാരുണ്ടായിരിക്കാൻ പാടില്ല. 9 വർഷമാണ് ജഡ്ജിമാരുടെ കാലാവധി. പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമാണ്. രാജ്യങ്ങളാണ് കക്ഷികളായി കോടതിയെ സമീപിക്കുക, വ്യക്തികളല്ല. രാജ്യാന്തര നീതിന്യായ വ്യവസ്ഥകൾ, നിയമപരമായ കാര്യങ്ങൾ തുടങ്ങിയവയെ പറ്റി ലോക കോടതി തീർപ്പ് കൽപ്പിക്കുന്നു. നെതർലാൻഡിലെ ദി ഹേഗിലാണ് ആസ്ഥാനമെങ്കിലും കോടതിക്ക് ഏത് രാജ്യത്തും ആസ്ഥാനമാക്കിയും കേസ് വിചാരണ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി യുനെസ്കോയാണ് മറ്റൊന്ന്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുനെസ്കോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 1945 ഈ ഒരു സംഘടന രൂപം കൊണ്ടത്. ഇനി ലോകബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ബാങ്കിംഗ് സ്ഥാപനമാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് അഥവാ ലോകബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇതിനെ ലോകബാങ്ക് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD, ഇതിനെ ലോകബാങ്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പുനരുൽപാദനക്ഷമമായ മുതൽ മുടക്കിന് വേണ്ട സ്വകാര്യ മൂലധനം കിട്ടാതെ വരുമ്പോൾ വായ്പകൾ നൽകി ബാങ്ക് അംഗരാഷ്ട്രങ്ങളെ സഹായിക്കുന്നു. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഈ സംഘടനയ്ക്ക് 1969 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്.
ഇനി അന്താരാഷ്ട്ര നാണയനിധി. രാജ്യാന്തര നാണയനിധി രാജ്യങ്ങൾ തമ്മിലുള്ള നാണയ വിനിമയ സ്ഥിരതയും സാമ്പത്തിക പുനഃസംഘടനയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനമാണ്. 184 രാജ്യങ്ങൾ അംഗമായ IMF 1945 സ്ഥാപിതമായത്. ഭക്ഷ്യ കാർഷിക സംഘടന FAO. ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 16 ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത്. ആ ഓർമ്മ നിലനിർത്തുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ച് 1979 മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കപ്പെടുന്നുണ്ട്. ഇനി സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറയുമ്പോൾ രക്ഷാസമിതിയുടെ ശുപാർശ അനുസരിച്ച് പൊതുസഭ നയിക്കുന്ന സെക്രട്ടറി ജനറലും ലോകത്താകെ പരന്നു കിടക്കുന്ന 8,900 ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്നതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും ഉറപ്പാക്കുക, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വിവാദങ്ങൾക്ക് നയതന്ത്ര ഇടപെടലിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറഞ്ഞാൽ. 5 വർഷമാണ് സെക്രട്ടറി ജനറലിന്റെ കാലാവധി. ഐക്യരാഷ്ട്രസഭയുടെ മുഖ്യ ഭരണാധികാരിയാണ് സെക്രട്ടറി ജനറൽ. അദ്ദേഹത്തെ സഹായിക്കാൻ അണ്ടർ സെക്രട്ടറി ജനറൽമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ എന്നിവരുണ്ട്. ഔദ്യോഗിക ഭാഷ ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, അറബിക് എന്നിവയാണ് UN-യുടെ ഔദ്യോഗിക ഭാഷകൾ. ഇത്രയും കാര്യങ്ങളാണ് UN-നെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഒരു എസ്സേ രൂപത്തിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പൊതുവായ അറിവ് നിങ്ങൾക്ക് നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് UN ചാർട്ടറിനെ കുറിച്ചാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.